കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള സസ്പെൻസിന് വിരാമമിട്ടത് പത്രിക സമർപ്പണത്തിന്റെ അവസാന നാൾ. റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിൽ കോൺഗ്രസിന്റെ വിജയം തുടരാൻ രാഹുൽ എത്തുന്നു. ഉത്തരേന്ത്യയിൽ രാഹുൽ മത്സരിക്കണമെന്ന ഇന്ത്യ സഖ്യകക്ഷികളുടെ ആവശ്യവും ദക്ഷിണേന്ത്യയിലേക്ക് ഒളിച്ചോടിയെന്ന ഭരണപക്ഷത്തിന്റെ പരിഹാസവുമാണ് കോൺഗ്രസ് ഈ നീക്കത്തിലൂടെ മറികടക്കുന്നത്. റായ്ബറേലിയിൽ റോഡ് ഷോ നടത്തി പത്രിക സമർപ്പിച്ചു. സോണിയയും പ്രിയങ്കയും റോബർട്ട് വാദ്രയും അശോക് ഗെഹ്ലോട്ടുമൊപ്പം. അപ്പോഴും രാഹുൽ ഗാന്ധി അമേഠിയെ ബഹിഷ്കരിച്ച് പരാജയം അംഗീകരിച്ചു എന്ന് BJP. ഇത് രാജ്യം പിടിക്കാൻ വേണ്ടിയുള്ള ഇലക്ഷനാണ്. അതിൻ്റെ വേവലാതി എല്ലാവർക്കും ഉണ്ടാവും. ഞങ്ങൾ യു പിയിലടക്കം കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പോരാട്ടത്തിലാണ്. റായ്ബറേലിയിലേക്കും മത്സരിക്കാൻ പോകുമെന്ന കാര്യം വയനാട്ടിലെ ജനങ്ങളോട് മറച്ചുവെച്ച് നീതികേട് കാണിച്ചുവെന്ന് ആനി രാജ. ആ മണ്ഡലത്തോടൊരു വൈകാരികമായ ബന്ധം എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രണ്ടാമതും വയനാട്ടിൽ മത്സരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈകാരികതയെ വെച്ചുകൊണ്ട് ഇങ്ങനെ അതൊരു 10 വോട്ടിന് 2 സീറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണോ? രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വിശ്വസ്തൻ പഞ്ചാബ് സ്വദേശിയാണ് അമേഠിയിലെ സ്ഥാനാർത്ഥി കിഷോറിലാൽ ശർമ്മ. റായ്ബറേലിയിലെയും അമേഠിയിലെയും കോൺഗ്രസിന്റെ ചുമതലയുള്ള നേതാവ്. മുൻപ് രാഹുൽ ഗാന്ധി തുടർച്ചയായി മത്സരിച്ച് ജയിച്ച സീറ്റിൽ ഇത്തവണ KL ശർമ്മയാണ് സ്മൃതി ഇറാനിയെ നേരിടുന്നത്. രാഹുൽ മുൻപ് ഫിറോസ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും പ്രതിനിധാനം ചെയ്ത മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.